പാസ്റ്റിൽ നമ്മുടെ ഫ്യൂച്ചറുണ്ട് എന്നതിനേക്കാളും പാസ്റ്റിലാണ് നമ്മുടെ ഫ്യൂച്ചർ. കഴിഞ്ഞൊരു 50 വർഷം മുമ്പ് വളരെ കുറവായിരുന്നു. ഏതാണ്ട് 2% ആയിരുന്ന പ്രമേഹം ശരിക്കും ഇപ്പോൾ ഏതാണ്ട് 25% കൂടുതലായിട്ടുണ്ട്. ഈ രോഗചികിത്സയിൽ ഈ ഡോക്ടറുടെ മുമ്പിലിരിക്കുന്ന രോഗി ഇരിക്കുന്ന 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടോ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ല. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ആളുകൾ, ശ്രദ്ധിക്കേണ്ട ആളുകൾ, അതായത് സമൂഹത്തിലെ ഒപ്പീനിയൻ മേക്കേഴ്സ് നമ്മൾ പറയുന്ന ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആയാലും അല്ലെങ്കിൽ ടീം ലീഡേഴ്സ് അങ്ങനെയുള്ള ലീഡർഷിപ്പുള്ള ആളുകൾ വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എല്ലാവർക്കും നമസ്കാരം. ഫ്യൂച്ചർ ഈസ് ഇൻ ദ പാസ്റ്റ് എന്ന പോഡ്കാസ്റ്റ് ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കൂടെയുള്ളത് ഡയബറ്റിക്സ് ചികിത്സാ രംഗത്തെ വിദഗ്ധനും ആരോഗ്യ നികേതനം എന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കിൻ്റെ ഫൗണ്ടറുമായിട്ടുള്ള ഡോക്ടർ ജി വിജയകുമാറാണ്. വെൽക്കം ടു ദ ഷോ സർ. അപ്പോൾ നമുക്ക് ഷോയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ഫ്യൂച്ചർ ഇസ് ഇൻ ദ പാസ്റ്റ്? അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇപ്പോൾ AI ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാവരും ഫ്യൂച്ചർ എന്താവുന്നു വല്ലാതെ പേടിച്ചിരിക്കുമ്പോഴാണ് പാസ്റ്റിൽ തന്നെ നമ്മുടെ ഫ്യൂച്ചറുണ്ട് റിലേറ്റഡ് ടു ഹെൽത്ത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്? പാസ്റ്റിൽ നമ്മുടെ ഫ്യൂച്ചറുണ്ട് എന്നതിനേക്കാളും പാസ്റ്റിലാണ് നമ്മുടെ ഫ്യൂച്ചർ. അതായത് പാസ്റ്റിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലാണ് നമ്മുടെ ഫ്യൂച്ചർ നിൽക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ അത് ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ കാര്യം, ഞാൻ ആരോഗ്യ രംഗത്തെ കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ രോഗങ്ങളുടെ പെർസ്പെക്റ്റീവിലാണ് ഞാനത് സംസാരിക്കുന്നത്. പാസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 50 വർഷമായിട്ട് ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ 50 വർഷമായിട്ട് കേരളത്തിലുണ്ടായ സാമൂഹ്യ സാമ്പത്തിക ചേഞ്ചസ്, മാറ്റങ്ങൾക്കനുസരിച്ച് രോഗങ്ങളുടെ കാര്യങ്ങളിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് 50 വർഷം മുമ്പ് കണ്ടിരുന്ന പല രോഗങ്ങളും ഇപ്പോൾ ഇല്ല. അന്നില്ലാത്ത ധാരാളം രോഗങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയവും. പ്രത്യേകിച്ചും ഈ ജീവിതശൈലി രോഗങ്ങൾ കഴിഞ്ഞൊരു 50 വർഷം മുമ്പ് വളരെ കുറവായിരുന്നു. ഏതാണ്ട് 2% ആയിരുന്ന പ്രമേഹം ശരിക്കും ഇപ്പോൾ ഏതാണ്ട് 25% കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ 50 വർഷം മുമ്പും രോഗങ്ങൾ ധാരാളം ഉണ്ട്, പക്ഷേ ജീവിതശൈലി രോഗങ്ങൾ, അപ്പോൾ അന്നത്തെ ഒരു ജീവിതശൈലി ശരിക്കും ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടാകാത്ത, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ജീവിതശൈലിയായിരുന്നു. അപ്പോൾ ഇനിയും ഭാവിയിൽ ഇപ്പോൾ ഈ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ ഫലപ്രദമായിട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ ഉള്ള ആ ഒരു ജീവിതശൈലിയിലെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സമൂഹം സ്വാംശീകരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത്, അതിൽ നിന്നാണ് ഈ ഫ്യൂച്ചർ ഈസ് ഇൻ ദ പാസ്റ്റ് എന്ന് പറയാൻ കാരണം. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തീം എൻ്റെ മനസ്സിലുള്ളത്. സർ, നമ്മുടെ സ്ഥാപനമുള്ളത് കുളനടയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഹൈവേയിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് അവിടെ ഇറങ്ങി ആരോഗ്യ നികേതൻ്റെ ഒരു കോമ്പൗണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ എൻവയോൺമെൻറ്റിന് കാര്യമായ വ്യത്യാസമുണ്ട്. എന്തൊക്കെയോ തിരക്കിന്ന് കുറച്ച് നേരത്തേക്ക് ഒന്നും ആലോചിക്കണ്ടല്ലോ എന്നൊരു സ്ട്രെസ് ഫ്രീ ഫീലിംഗ് ആണ് ഇന്ന് അങ്ങോട്ടേക്ക് കയറുമ്പോൾ. ഞാൻ ആദ്യം അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി മഴയോ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ അച്ചൻകോവിലാറ് ഒഴുകുന്നുണ്ട്, മൊത്തത്തിൽ ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ബിൽഡിങ്സ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ ഏരിയ ഉണ്ട്, ഇഷ്ടംപോലെ ചെടികളും മരങ്ങളും കായ്കനികളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പാസ്റ്റിൽ നിന്നുള്ള ചായക്കടകൾ, കാളവണ്ടി, അങ്ങനത്തെ ചില സാധനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂത്തമ്പലം പോലെയുള്ള ട്രഡീഷണൽ ബിൽഡിങ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് തീം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഫ്യൂച്ചർ ഇസ് ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞ ആ തീമിനോട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആർക്കിടെക്ചറാണ് ഇതിനകത്ത് ബിൽഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്തത്? എങ്ങനെയാണ്? വളരെ പ്രസക്തമായ ചോദ്യമാണത്. പക്ഷെ അത് എന്നെ ഒറ്റയടിക്ക് മറുപടി പറയാനും പ്രയാസമാണ്. കാരണം ഇതൊരു പെട്ടെന്നൊരു ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമല്ല എന്ന് വ്യക്തമായിട്ട് പറയാം. കാരണം ഇത് കഴിഞ്ഞൊരു 25 വർഷമായിട്ട് ഈ ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിലാണ് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ രോഗചികിത്സയിൽ ഈ ഡോക്ടറുടെ രോഗി ഇരിക്കുന്ന 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടോ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ മരുന്നിനേക്കാൾ പ്രധാനം തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ
ചികിത്സിക്കണമെങ്കിൽ ആ ജീവിതശൈലി ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ജീവിതശൈലി ക്രമീകരണത്തിന് രോഗിയെയും അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ള ആളുകളെയും അതുവഴി സമൂഹത്തെയും മനസ്സിലാക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു 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 സ്ഥലം വേണം ആശുപത്രിക്ക് അപ്പുറത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത്. അത് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ഒരു സംരംഭമാണിത്. ഒരു പെട്ടെന്നൊരു നേരത്തെ ചോദിച്ച പോലെ ഒരു ആർക്കിടെക്ചർ പ്ലാൻ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയതല്ല, ഇവോൾവ് ചെയ്ത് വന്നതാണ്. ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു വളരെ ക്രൂഡായിട്ടുള്ളൊരു ഭാഗമായിരുന്നു. ഇപ്പോൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങളുടെ കാരണം എന്ന് പറയുന്നത് തെറ്റായ ജീവിതശൈലിയാണ്. അപ്പോൾ 4 ഘടകങ്ങളാണ് അതിനകത്തുള്ളത്. തെറ്റായ ആഹാര രീതി, ഒട്ടും അധ്വാനമില്ലാത്തൊരു രീതി, ഒട്ടും അധ്വാനം പണ്ടത്തെ അപേക്ഷിച്ച് വാഹനങ്ങളൊക്കെ കൂടിയപ്പോൾ ഒട്ടും അധ്വാനിക്കേണ്ട കാര്യമില്ല ദൈനംദിന ജീവിതത്തിൽ. അതോടൊപ്പം തന്നെ ലഹരി മരുന്നുകളുടെയും മദ്യത്തിൻ്റെയും അമിതമായിട്ട് ഉപയോഗം, പിന്നെ അധികരിച്ച മാനസിക സമ്മർദ്ദം. ഈ 4 ഘടകങ്ങളാണ് ശരിക്കും തെറ്റായ ജീവിതശൈലി എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലം വേണം എന്നുള്ളതിൽ നിന്നാണ് ഈ ആരോഗ്യ നികേതനം ഉണ്ടായത്. അപ്പോൾ ആദ്യ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഈ 4 ഘടകങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു വാക്ക് വേ ഉണ്ടാക്കി. ആദ്യം ഒരു സ്ഥലം, ഈ ഒരു വിജനമായിട്ട് കിടന്ന് കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമാണത്. അത് വാങ്ങിച്ചിട്ട് 2006 ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഒരു വാക്ക് വേ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഈ മാനസിക സമ്മർദ്ദ ലഘൂകരണത്തിന് യോഗ പരിശീലനം നല്ലതാണ്. നമ്മുടെ യോഗ ട്രെയിനിങ് സെഷനുണ്ട്. അപ്പോൾ യോഗ ശരിക്കും ഇന്ത്യയിലാണ് യോഗ പിറവിയെടുത്തതെങ്കിലും ഇന്ത്യക്കാരത് വേണ്ട പോലെ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യർ ഇത് പലപ്പോഴും സ്വീകരിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കിയത് പലരിൽ നിന്നുമാണ്. അപ്പോൾ യോഗയുടെ പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ പല സ്റ്റഡീസും മാനസിക സമ്മർദ്ദ ലഘൂകരണത്തിന് യോഗ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ യോഗ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കിയതിന്, അതോടൊപ്പം തന്നെ ഒരു എക്സസൈസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ടൊരു വാക്ക് വേ, പിന്നെ ഈ ഇവിടെ താമസിച്ച് ചിലരെയൊക്കെ താമസിപ്പിച്ച് ഈ ചികിത്സ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എങ്ങനെ ആഹാരം ക്രമീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കുക. ഇതൊക്കെയാണ് ആദ്യകാലത്ത് തുടങ്ങിയത്. അതിനുശേഷം ഈ കോൺസെപ്റ്റ് എല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ക്രമേണ ഇവോൾവ് ചെയ്ത് വന്നതാണ് ഇതിനകത്ത് ഓരോ സംരംഭങ്ങളും. ഇപ്പോഴും ശരിക്കും തീർന്നിട്ടില്ല. ഇനിയും ശരിക്കും ഞാൻ മനസ്സിലുള്ള കാര്യങ്ങൾ ധാരാളം ഇനിയും പ്രാവർത്തികമാക്കാനുണ്ട്. എൻ്റെ ഉദ്ദേശം ആത്യന്തികമായിട്ട് സമൂഹത്തെ, അല്ലെങ്കിൽ ഈ രോഗം വരാൻ സാധ്യതയുള്ള ആളുകൾ, ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ആളുകളെ എങ്ങനെയാണ് ജീവിതശൈലി ക്രമീകരിക്കേണ്ടതെന്നും ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വരാതെ നോക്കാനും വന്നവർക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ആൾക്കാരിൻ്റെ ഒരു റിസപ്ഷൻ എങ്ങനെയാണ് സാർ? ഇങ്ങനെ ഒരു സ്ഥാപനം ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ടോ, അതോ നമ്മളായിട്ട് പരസ്യം ചെയ്ത ആൾക്കാരെ വരുത്തുകയാണ്? എന്താ ഇതിൻ്റെ ഒരു റിസപ്ഷൻ? ആൾക്കാരെങ്ങനെയാണ് ഈ സ്ഥാപനത്തിന്? അത് നേരത്തെ പറഞ്ഞാൽ ഇപ്പം പരസ്യം ചെയ്തിട്ടേ ഇല്ല. ശരിക്കും കാര്യമായിട്ട് ഇതിന് പരസ്യം ചെയ്തിട്ടേ ഇല്ല. ആദ്യകാലത്ത് തന്നെ ഈ ഒരു ഐഡിയ തുടങ്ങിയപ്പോൾ ഇതിന് ആരോഗ്യ നികേതനം എന്ന് പേരിടാൻ കാര്യം, അത് ആരോഗ്യ നികേതനം എന്ന് പറഞ്ഞൊരു ബംഗാളി നോവലുണ്ട്. താരാശങ്കർ ബന്ദോപാധ്യായുടെ വളരെ പ്രസിദ്ധമായ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മഹത്തായ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു ഗ്രന്ഥമാണത്. അതായത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ രോഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതുപോലെ തന്നെ രോഗ ചികിത്സയിലുണ്ടാകുന്ന പല സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ആയുർവേദം, മോഡേൺ മെഡിസിൻ, അതിൻ്റെ ആ സിസ്റ്റംസ് തമ്മിൽ ക്ലാഷ് അല്ല വേണ്ടത് എന്നുള്ള പല സന്ദേശങ്ങളുള്ള ഒരു നോവലാണത്. ആ നോവൽ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടിരിക്കുന്ന സമയത്ത് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആരോഗ്യ പേരിടാൻ കാര്യം. അപ്പോൾ അത് ആ സമയത്ത് 2006 അത് ഈ തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അന്ന് മുതൽ തന്നെ ഈ റിസപ്ഷൻ വേണ്ട പോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. കാരണം ഇത് സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ട ആളുകൾ, അതായത് സമൂഹത്തിലെ ഒപ്പീനിയൻ മേക്കേഴ്സ് നമ്മൾ പറയുന്ന, ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആയാലും അല്ലെങ്കിൽ ടീം ലീഡേഴ്സ്, അങ്ങനെയുള്ള ലീഡർഷിപ്പുള്ള ആളുകൾ വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷേ ഇതറിഞ്ഞു കേട്ട് വരുന്ന ധാരാളം പേര് നേരത്തെ വരുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിപുലീകരിച്ചത് ഈ ആരോഗ്യ നികേതനം. അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും നല്ലൊരു റിസപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം.
സാർ ഈ ജീവിതശൈലിയായിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഈ ഫ്യൂച്ചർ പാസ്റ്റിലുണ്ട് എന്നുള്ളതൊരു വലിയ തോട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ഈ പുതിയ ലൈഫ് സ്റ്റൈലുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരത്തില്ലേ? അപ്പോൾ നമ്മൾ ഈ ആരോഗ്യ നികേതൻ പോലെയുള്ളൊരു കോൺസെപ്റ്റ് വെക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഇവിടെ വരുന്ന സമയം മാത്രം ഇവിടെ നിൽക്കുകയും ഇത് കഴിയുമ്പോൾ അവർ വീണ്ടും ബാക്ക് ടു വാട്ട് വാസ് ദെയർ, മുമ്പ് ഉണ്ടായിരുന്ന എന്താണോ അതിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടോ? അതോ അവർക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കോൺസെപ്റ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ടോ? ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ആരോഗ്യ നികേതനിലൂടെ വയ്ക്കുന്ന കോൺസെപ്റ്റുകൾ ആൾക്കാർക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അത് പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു പിന്നിലുള്ള തോട്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ 10-25 വർഷമായിട്ട് പലപ്പോഴും ഞാൻ പല സമൂഹത്തിലെ പല ഗ്രൂപ്പുകൾക്ക് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡയബറ്റീസിനെ കുറിച്ചും ഡയബറ്റീസ് പ്രിവെൻഷനെ കുറിച്ചും ഡയബറ്റീസിൻ്റെ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ നിരന്തരമായിട്ട് ക്ലാസ്സുകൾ ധാരാളം എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നല്ലൊരു പങ്ക് ആളുകൾക്കും അത് മനസ്സിലത് ഉൾക്കൊള്ളണമെന്നില്ല. ക്ലാസ്സുകൾ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വർഷങ്ങൾ മാറി വരുന്തോറും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് കേൾക്കാനോ ഉള്ള ആളുകളുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ സന്നദ്ധത കുറഞ്ഞു വരികയാണ്. അവർക്ക് എല്ലാം വളരെ ഇൻസ്റ്റാഗ്രാം എന്ന് ഉള്ള ഒരു ജീവിതത്തിൽ 20 സെക്കൻഡാണ് ഒരു അറ്റൻഷൻ സ്പാൻ പലപ്പോഴും ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്ന് ക്ലാസ് കേൾക്കാനൊന്നും ആർക്കും തയ്യാറാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സെൻറ്ററാണ് ശരിക്കും ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഒരു ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടു മനസ്സിലാക്കുക. പണ്ടത്തെ കാര്യം പാസ്റ്റിലുണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം അന്ന് അധ്വാനം ചെയ്തിരുന്നവരാണ്, അപ്പോൾ നമുക്കും കുറച്ച് എക്സസൈസ് ചെയ്യണം എന്നൊരു തോന്നൽ വരാം. അതുപോലെ തന്നെ അന്നത്തെ രീതിയിലുള്ള ആഹാര സാധനങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആരോഗ്യദിനത്തിൽ. പഴയ കൊഴുപ്പ് കുറഞ്ഞ അധികം കലോറി ഇല്ലാത്ത ആഹാര സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ചുകൂടെ ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും കൂടി ചെയ്യും. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലുള്ള ചില ചിന്തകൾ, അതിൽ ചില ആഹാര സാധനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ആഹാര സാധനങ്ങളുടെ അമിതമായിട്ട് കലോറി ഉള്ളതായിരിക്കാം. അത് ഒഴിവാക്കിയാൽ തന്നെ ചിലപ്പോൾ പലപ്പോഴും നിയന്ത്രണത്തിലില്ലാത്ത പ്രമേഹം നോർമലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അനുഭവിച്ച് അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കി കഴിയുമ്പോൾ കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും വളരെയേറെ ആളുകളുടെ മനസ്സിലേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ആരോഗ്യദിനത്തിലെ ആ ഒരു ഭാഗം കിച്ചണും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെ നിന്നുള്ള ഫുഡ് കൊടുക്കുന്ന ആ രീതിയിലുള്ളതാണ്. അപ്പോൾ അതൊന്ന്. മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോഗ പരിശീലനത്തിന് ഇവിടെ സ്ഥിരമായിട്ട് രാവിലെ വൈകിട്ടും യോഗ പരിശീലനമുണ്ട്. ഒരു യോഗ മാഷ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് യോഗ പരിശീലനവും മാനസിക സമ്മർദ്ദ ലഘൂകരണത്തിന് ഏറ്റവും വലിയ നല്ല ഒരു ഘടകമാണ്. അപ്പോൾ യോഗ പരിശീലനം പ്രാവർത്തികമാക്കുന്നത് ഒരു കുറച്ച് പരിശീലിച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം വന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് എവിടെ വേണമെങ്കിലും ഒരാൾക്ക് തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ യോഗ പരിശീലനം കൊണ്ട് തന്നെ അതിൽ കുറച്ച് സമയം 20 മിനിറ്റോ അല്ലെങ്കിൽ യോഗ പരിശീലിക്കുന്നത് തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദ ലഘൂകരണത്തിന് നല്ലതാണ്. ആരോഗ്യ നികേതനം ഒരു ഹെൽത്ത് തീം പാർക്ക് കൂടെയാണ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ. മാത്രമല്ല ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ഹബ്ബ് കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുകളിൽ നിന്നാണല്ലോ ഈ ഒരു സ്ഥാപനം സാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എന്തൊക്കെയാണ് ഇതിനകത്ത് കാണാനുള്ളത്? ഒരു 50-ലധികം സ്പോർട്സ് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ കാണാനുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് കാണാനുള്ളത്? അവർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ എന്ത് റെജുവിനേഷൻ ആയിരിക്കും ആരോഗ്യ നികേതനിൽ ഒരു വൺ ഡേ ടൂർ ഗൈഡഡ് ടൂർ പ്രോഗ്രാം അല്ലേ? അത് ഫിനിഷ് ചെയ്ത് പോകുമ്പോൾ എന്തായിരിക്കും അവർക്ക് ലഭിക്കുക? ഇൻഫർമേഷൻ ഹെൽത്തിനെ കുറിച്ചുള്ള, പ്രത്യേകിച്ചും പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആരോഗ്യ നികേതനം എന്നുള്ള ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ക്ലാസ് എടുക്കുക. ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എന്നുകൊണ്ട് നമ്മൾ പറയും, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ വിഷ്വൽ സൗകര്യത്തോടു കൂടിയുള്ള ക്ലാസ്സുകളാണെങ്കിൽ തന്നെയും കുറച്ച് സമയം കഴിയുമ്പോൾ ആളുകളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു പോകും, കൂടുതൽ ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ കേൾക്കുന്നത് തന്നെ പലതും പിന്നെ ഓർക്കത്തില്ല, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻ എങ്ങനെ പാസ് ചെയ്യണം എന്നുള്ള അതിനെക്കുറിച്ച് ചിന്തിച്ചതിൽ നിന്നാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ് കമ്പൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ലിസൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട്
എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെയാണ് നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം പ്രിവെൻഷൻ ബേസിക്കലി അവർക്കാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അല്ലാതെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു ഡള്ളായിട്ടുള്ളൊരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ ആരെയും ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ അതാണ് ആ ഉദ്ദേശത്തിലാണ് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 30 അടുത്തുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുക, ഒരു ഡേ ഒരു 8 മണിക്കൂറെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ചിലവഴിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാതെ ഇൻഫർമേഷൻസ്, അതായത് ഈ ഹെൽത്ത് കെയറിനെ കുറിച്ചും പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിനെ കുറിച്ചും എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് അവർക്ക് അതെന്തുകൊണ്ട് കൂടുന്നു, അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ടീം വർക്കാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഗൈഡഡ് ടൂർ പോലെ കൊണ്ട് നടക്കുകയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ഡേയിൽ ഒരു 30 പേര് വരികയാണെങ്കിൽ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും, നേരത്തെ ബുക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 9:30 10 മണിക്കോ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡുകളുണ്ട്. അത് കൊണ്ട് നടന്ന് കാണിക്കാനായിട്ടും വിശദമായിട്ട് കാണിക്കാനായിട്ട് ഒരാൾ കാണും. പിന്നെ ഒരു ഡയറ്റിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇവിടെ തന്നെ ആൾക്കാരാണ്. പിന്നെ യോഗയെക്കുറിച്ചുള്ളൊരു ചെറിയ സെഷൻ എടുക്കാനായിട്ടൊരു യോഗ മാഷുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ടീമായിരിക്കും ഇത് കൊണ്ട് നടന്ന് കാണിക്കുന്നത്. ഇത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തെ പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ പഴയ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെ കൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അത് പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ, അത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ 1980s മുമ്പുള്ളൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ എന്തൊക്കെയാണെന്ന്, അന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ് എന്ന് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ആദ്യം. അപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം ആരോഗ്യനത്തെക്കുറിച്ച് കാണിക്കാനായിട്ട് ആരോഗ്യനികേതനം എന്നുള്ള ആ പുസ്തകത്തിൻ്റെ ഒരു പ്രതിമ പോലെ ഒരു പേജ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഗൈഡഡ് ടൂർ തുടങ്ങുന്ന സമയത്ത് ആദ്യ ഭാഗത്ത് കുറേ കാണിച്ചേക്കുന്നത് 1980s മുമ്പുള്ള കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ പഴയ ഒരു തറവാട് അതിൻ്റെ ഒരെണ്ണമുണ്ട്. നേരത്തെ സ്ഥാപിച്ചിരിക്കുകയാണത്. അപ്പോൾ അതിൽ അന്നത്തെ ഒരു വീടിൻ്റെ ഒരു അകത്തളമാണല്ലോ അത് കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ അന്നത്തെ കൃഷിക്കാരുടെ രീതി കാണിക്കാനായിട്ട് നിലമുഴുന്നൊരു പ്രതിമ, പിന്നെ നെല്ല് കുത്തുന്ന ഒരു സ്ത്രീയുടെ പ്രതിമ, ഈ ഒരു കർഷകൻ്റെ പ്രതിമ, അതെല്ലാം ഒരു ഭാഗത്തുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ അന്നത്തെ ഈ മോട്ടോർ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനായിട്ട് ഉന്തുവണ്ടി അല്ലെങ്കിൽ കാളവണ്ടിയൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ കാളവണ്ടിയുടെ ഒരു ശില്പമുണ്ട്. പിന്നെ അന്നത്തെ ഈ കടകൾ എന്ന് പറഞ്ഞാൽ ഈ മുറുക്കാൻകട എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ഇത് കാണാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മുറുക്കാൻകടയുടെ അതിലിരിക്കുന്ന ഒരാളിൻ്റെ പ്രതിമയും അതുണ്ട്. അതുകൂടാതെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കൃഷി ആയുധങ്ങൾ ഒക്കെ, അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ, ഇസ്തിരിപ്പെട്ടി, അന്നത്തെ റേഡിയോ ഒക്കെ തുടങ്ങിയ കാലമുണ്ട്. ടെലിവിഷനൊക്കെ വരുന്നതിന് മുമ്പ് റേഡിയോ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെപ്പിക്റ്റ് ചെയ്യുന്ന കാണിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ഒരു അടുക്കളയുടെ പ്രത്യേകതകളും, അന്നത്തെ അടുപ്പ്, തീയിരിക്കുന്ന അടുപ്പ്, അരി അരയ്ക്കുന്നത്, അമ്മിക്കല്ല്, അരകല്ല്, അങ്ങനെയുള്ളതെല്ലാം കാണിച്ചിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ വെള്ളം കോരുന്ന കിണർ തന്നെ. അപ്പോൾ ആ കാലത്തെ ഒരു രീതി പൊതുവെ കാണിക്കാനായിട്ടുള്ളൊരു ഭാഗമാണത്. അതോടൊപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന മറ്റുള്ള സംരംഭം, ഉദാഹരണത്തിന് ഇപ്പോൾ കൊല്ലൻ്റെ ആല, അതും പ്രതിമകളും കാണിച്ചിട്ടുണ്ട്. ഒരു തടിയിറക്കുന്നതെന്ന് രണ്ടുപേരിൽ നിന്ന് വാളുകൊണ്ട് അറക്കുമായിരുന്നു. അപ്പോൾ അത് കാണിച്ചുകൊണ്ടുള്ള പ്രതിമ ഉണ്ട്. പിന്നെ അന്നത്തെ നൂൽപ്പ്, അതുപോലെ ഈ ക്ലേ മോഡലിങ് ഇപ്പോൾ പറയും, പക്ഷേ അന്ന് കലമുണ്ടാക്കുന്ന പഴയ രീതിയിലുള്ള കലമുണ്ടാക്കുന്നതിൻ്റെ രീതി അത് കാണിക്കാനായിട്ട്, അതുപോലെ തന്നെ ഈ ചക്കാട്ടുന്ന, ഈ കൊപ്രായൊക്കെ ആട്ടി എണ്ണ ഉണ്ടാക്കുന്നത്, അതെല്ലാം പ്രതിമകളും അന്നത്തെ ആ ഒരു കാണിക്കാനായിട്ട് പ്രതിമകളുണ്ട് ഇതിൻ്റെ എല്ലാം കാണിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അന്നത്തെ ഒരു ലൈഫ് സ്റ്റൈല്, അന്നത്തെ അതിൻ്റെ പിന്നിലുള്ള നമ്മൾ വിശദമായിട്ട് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം, അന്ന് ആ സമയത്ത് ഈ അറിയാതെ തന്നെ നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസിൽ ധാരാളം എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ
അത് നമ്മൾ ആ ഒരു സന്ദേശമാണ് ഇതിൽ കൂടെ കൊടുക്കുന്നത്. പാസ് ചെയ്യാൻ അപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമയത്ത് അവിടെ പിന്നെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്ന കുറേ ബോർഡുകളുമുണ്ട്. അത് സിമെൻറ്റിൽ ഗ്രാനൈറ്റിൽ ചെയ്തേക്കുന്ന അതിൽ എഴുതിയേക്കുന്ന കുറേ ബോർഡുകളുണ്ട്. അതിൽ ആ സമയത്തെ ഡയബറ്റീസിൻ്റെ പ്രിവലൻസ് 2.3% ഉണ്ടായിരുന്നുള്ളൂ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൂടെ വായിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഇത് കൊണ്ട് നടന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാനായിട്ടാണ് ഈ ടൂർ ഗൈഡുള്ളത്. അപ്പോൾ അവർക്കുള്ള സംശയങ്ങളും ആ സമയത്ത് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാനാണെങ്കിൽ അതും ചോദിക്കാൻ പറ്റും. അപ്പോൾ അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോൾ ഒരു ബ്രേക്ക്. പിന്നെ ധാരാളം ഈ സെൽഫി സ്പോട്ടുകളുമൊക്കെ ധാരാളം ഉണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ അവിടെ പോയി കാണാനും അവർക്ക് അവരുടേതായ ടൈം വരുന്നവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് ഇതിനിടയ്ക്ക്. അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിൽ ആണെങ്കിൽ 1980s ശേഷം കേരളത്തിലെ ഒരു സോഷ്യോ എക്കണോമിക് ചേഞ്ച്, ഗൾഫിലോട്ട് പോയതിന് ശേഷം പെട്ടെന്നൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. അപ്പോൾ അതിന് ശേഷമുള്ളൊരു കാലഘട്ടമാണ് രണ്ടാമതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വാഹനങ്ങൾ പഴയ കാറിൻ്റെയും ഒക്കെ ഒരു കാറ് തന്നെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടികളുടെ എണ്ണം കൂടി. അത് കാണിക്കാനായിട്ട് വണ്ടികളുടെ എണ്ണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 1970s 1,00,000 താഴെ വാഹനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, മോട്ടോർ വാഹനങ്ങൾ, ഈ സ്കൂട്ടറുകളെല്ലാം ഉൾപ്പെടെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വന്നപ്പോഴേക്ക് 1.5 കോടിയോളമായി കേരളത്തിൽ. അപ്പം 1.5 കോടി ആളുകൾക്ക് 1.5 കോടി കൂടുതൽ വാഹനങ്ങളായി. അപ്പം അതുപോലെ അതിൻ്റെ പാരലായിട്ട് തന്നെ ഡയബറ്റീസും ലൈഫ് സ്റ്റൈൽ ഡിസീസും കൂടി. അതുപോലെ തന്നെ ഒരു ബേക്കറി ഒരു മോഡൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മൂർക്കാങ്കട നിന്ന് ബേക്കറിയിലേക്കൊരു അപ്ഗ്രേഡേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസും അതുപോലെ തന്നെ കൂടി എന്നുള്ളതാണ്, അപ്ഗ്രേഡ് ആയി എന്നുള്ളതാണ് അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ വർക്ക് കൾച്ചർ മാറി. അന്ന് ഈ കൃഷിക്കാരും അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു അന്ന് കൃഷി ഉണ്ടായിരുന്നത്. കൂടുതലും ജോലി ഉണ്ടായിരുന്നത് കൂടുതലും കൃഷിക്കാരായിരുന്നു. ബാക്കി ഗവൺമെൻറ് ജോബോ അങ്ങനെയുള്ള ജോലികളുള്ളവർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അല്ലാതെ അത് മാറിയിട്ട് ഇപ്പം കൂടുതലും മലയാളികൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഓഫീസ് വർക്ക്, IT പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള സെഡൻറ്ററി ആയിട്ട് അധ്വാനം ഇല്ലാത്ത ജോലി ചെയ്യുന്നവരാണ് എല്ലാവരും. അധ്വാനമുള്ള ജോലി നമ്മൾ മറ്റു നാട്ടുകാരെ കൊണ്ടാണ് കൂടുതലും മലയാളികൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കാനായിട്ടൊരു ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുക്കളയുടെ രീതി മാറി. പഴയ അടുക്കളയിൽ നിന്ന് മോഡേൺ കിച്ചൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഗാഡ്ജറ്റ്സും ഉണ്ട്. അടുക്കളയിലുള്ള ഒന്നും ഫിസിക്കൽ എക്സർഷൻ വേണ്ടാത്ത രീതിയിലുള്ള അടുക്കളകളാണ്, എല്ലാം മെഷീനറിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നാച്ചുറലി വീട്ടമ്മമാരുടെയും അധ്വാനം ഒട്ടും എക്സസൈസ് ചെയ്യേണ്ടാത്തൊരവസ്ഥയായി. അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് കാണിച്ചേക്കുന്നത്. അതെല്ലാം കുറച്ച് വിശാലമായിട്ട് കാണിക്കുന്ന പ്രതിമകളും എഴുത്തുകളുമുണ്ട്, വായിക്കാനുമുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ ലൈഫ് സ്റ്റൈലിൽ, അതായത് പഴയ ലൈഫ് സ്റ്റൈലിൽ നിന്ന് പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നപ്പോൾ ധാരാളം ചേഞ്ചസ് ഈ രോഗങ്ങളുടെ കാര്യത്തിലുണ്ടായി. പണ്ടത്തെ രോഗങ്ങൾ മാറിയിട്ട് പുതിയ ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം കൂടി. ഒരു മോർ ദാൻ 25% ആളുകൾക്ക് ഡയബറ്റീസ് ആയി എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് അവരോട് പറയുന്നത് വാട്ട് ടു ഡു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം. ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിക്കും ഞാൻ ഇപ്പോൾ എൻ്റെ തന്നെ സ്റ്റഡിയിൽ 14 നിന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ 27 ആയി. ഇനി അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ രോഗാതുരമായൊരു സമൂഹമായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അത് അവർക്കൊരു സമ്മതിക്കാൻ പറ്റും. അപ്പം അത് നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് പോവുക. പക്ഷേ അത് പ്രാക്ടിക്കലാവില്ല. ഒരു കൃഷിക്കാരായിട്ട് പോകാനും ഇപ്പോൾ അല്ലെങ്കിൽ കിളയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമായ കാര്യമല്ല. ഒരിക്കലും അതല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ആ കാലത്തെ ചില കാര്യങ്ങൾ നമ്മൾ സ്വാംശീകരിക്കണം. ആ കാലത്ത് കുറേ എക്സസൈസ് ചെയ്യണം. അധ്വാനം ചെയ്യുന്നതിന് പകരം എക്സസൈസ് ചെയ്യാനും അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കണം. ഒന്ന്. രണ്ടാമത് അന്നത്തെ ആഹാര രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റമായി ഇപ്പോൾ. അത് അന്നത്തെ ആഹാരത്തിലെ പ്രത്യേകതകൾ, ധാരാളം പച്ചക്കറികൾ കഴിക്കുക, ഈ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ, രുചിക്ക് വേണ്ടി കൊഴുപ്പ് കൂടുതൽ ചേർക്കുന്ന പലപ്പോഴും രുചിക്ക് വേണ്ടിയാണ്. അപ്പം രുചിക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ ആരോഗ്യം കളയരുത്. പഴയ ലൈഫ് സ്റ്റൈൽ കഴിയുന്നിടത്തോളം പഴയ ആഹാര രീതികളിലേക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം ആഹാരം പാചകം ചെയ്യുമ്പോൾ. അത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി യോഗ പരിശീലിക്കുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികളെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ കളിക്കാൻ വിടണം. എപ്പോഴും ഈ മൊബൈലുമായിട്ടിരിക്കുന്ന ഒരു കൾച്ചർ
അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കണമെങ്കിൽ അവരെ കൂടുതൽ കളികളിൽ കളിക്കാനൊക്കെ വിടണം. അപ്പോൾ അതിനായിട്ടൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഈ എക്സസൈസ് ചെയ്യാനായിട്ട് അത് കാണിക്കാനായിട്ടൊരു ഓപ്പൺ ജിമ്മുണ്ട്. 10ഓളം എക്യുപ്മെൻറ്റ്സ് ഉള്ളൊരു ഓപ്പൺ ജിമ്മുണ്ട്. അപ്പോൾ അത് ഈ വരുന്നവർക്ക് ഇടയ്ക്ക് അത് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അതിനും കാണിക്കാൻ കുറച്ച് പ്രതിമകളൊക്കെ എവിടെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കൂട്ടായ്മകൾ, ഇതുപോലുള്ള കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിക്കണം. സ്ട്രെസ് റിഡക്ഷനുള്ള ഏറ്റവും നല്ലതാണ് ആ കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിക്കണം. സോഷ്യൽ ഗ്യാതറിങ്ങുകൾ കൂടുതൽ ഉണ്ടാവണം എന്നുള്ള ആ ഒരു സന്ദേശം. ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒരു സ്ഥലമായിട്ട് ഇവിടുത്തെ നമ്മുടെ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ വെൽക്കമാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ചില കൂട്ടായ്മകളൊക്കെ നടത്തുന്നതിനും അത് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു ദിവസത്തേക്ക് ചില കൂട്ടായ്മകൾ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടായ്മകൾക്ക് അത് ചെയ്യണമെന്ന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പിന്നെ കാണാനുള്ള കുറച്ച് ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റിനുള്ള കുറച്ച് ഭാഗങ്ങളോടുണ്ട്. അതിനൊക്കെ പിന്നിൽ ചില സന്ദേശങ്ങൾ കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് കുറേ ഡയബറ്റീസിനെ കുറിച്ചുള്ള കുറേ പോസ്റ്റേഴ്സും ഒരു എക്സിബിറ്റ്സ് ഹോർഡിങ്സൊക്കെ അത് വായിച്ച് മനസ്സിലാക്കാനുള്ളത്. അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്ന ആളുകൾക്ക്, ഇപ്പോൾ എല്ലാവരും ഡയബറ്റിക് ആവണമെന്നില്ല, ഡയബറ്റീസിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ റീഡിങ്ങിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയും എല്ലാം വന്നിട്ട് ഇപ്പോൾ ഒട്ടും വായിക്കാത്തൊരു കാലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക. എസ്പെഷ്യലി കുട്ടികളിൽ വായന പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മളൊരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് വായിക്കാം. അതൊരു ഇതിനിടയ്ക്കുള്ളൊരു ഭാഗത്ത് തന്നെയാണ്. വന്നിരുന്ന് വായിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ വായന വേണം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, നമുക്ക് എൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള. പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അവർക്ക് കാണാനും ഇടയ്ക്കൊന്ന് ആസ്വദിക്കാനുള്ളൊരു സ്പേസ് ഇടയ്ക്കുണ്ടാകുക എന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മിയാവാക്കി ഫോറസ്റ്റ്, അറിയാമല്ലോ മിയാവാക്കി ഫോറസ്റ്റ്, അതായത് ക്രൗഡ് ഫോറസ്റ്റിംഗ് എന്നാണ്. കുറച്ച് സ്പേസിൽ കൂടുതൽ മരങ്ങൾ നട്ടിട്ട് വരുന്നത്. അപ്പോൾ അത് 2 വർഷമായിട്ട് വളർന്ന ഒരു വരം പോലെ ഒരു അതുണ്ട്. പിന്നെ ഈ ഇതായിട്ടുള്ള കൃഷി, കുറച്ചൊരു ഭാഗം ഒരു കൃഷി സ്ഥലങ്ങളുണ്ട്. നെൽകൃഷി ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അല്ലാതുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നൊരു കുറച്ച് ഭാഗമുണ്ട്. അതെല്ലാം സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പിന്നെ കുറേ ബേഡ്സിനെ വളർത്തുന്നൊരു ഭാഗമുണ്ട്. 5-8 ടൈപ്പ് തരത്തിലുള്ള 300ഓളം പക്ഷികളുള്ളൊരു സാങ്ച്വറി ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പുറത്തുനിന്ന് കാണാനും ട്രെയിൻഡ് ആയിട്ടുള്ളതാണ്. അകത്ത് വേണമെങ്കിൽ കയറുന്നത് പോലും പറ്റുന്ന രീതിയിലുള്ള പക്ഷി വളർത്തലും. അപ്പോൾ അതുകൂടാതെ ഒരു ഡയറ്റേറിയം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ആരോഗ്യത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗം അതാണ്. ഡയറ്റിനെ കുറിച്ച് അതിനകത്ത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ വിശദമായിട്ട് എന്താണ് ഗുഡ് ഡയറ്റ്, എന്താണ് ബാഡ് ഡയറ്റ്, ഹൗ എ ഡയറ്റ് ക്യാൻ ബി മെയ്ഡ് വേഴ്സ് ബൈ യുവർ കുക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടും ക്ലാസ്സിനേക്കാൾ കൂടുതൽ കണ്ട് മനസ്സിലാക്കാനുള്ള അത് AI സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ അവർക്ക് വളരെ വിശദമായിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഡയറ്റീഷ്യനായിരിക്കും അതിന് ക്ലാസ് എടുക്കുന്നത്, കൊണ്ട് നടന്ന് കാണിക്കുന്നത്. ഒരു 1000 സ്ക്വയർ ഫുട്ടുള്ള ഒരു AC ഹാളാണത്. അപ്പോൾ അതിൽ കൊണ്ട് നടന്ന് ഈ എക്സിബിറ്റ്സൊക്കെ കാണിക്കാനും അതുപോലെ തന്നെ അവരുടെ തന്നെ ഹെൽത്ത് സ്റ്റാറ്റസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള BMI നോക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് നോക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊരു ഇൻഡിവിജ്വലായിട്ട് ആർക്കെങ്കിലും കൂടുതലായിട്ട് ഈ അവരുടെ തന്നെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച്, ഡയറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷനെ കുറിച്ചുള്ള എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ അതും ദേ ക്യാൻ ഓൾസോ ഡു ദാറ്റ്. അതിൻ്റെ ഭാഗമാണ് ഡയറ്റീഷ്യനായിട്ട് ഒരു 1-to-1 ഇൻട്രാക്ഷൻ വേണമെങ്കിൽ ആവാം. അങ്ങനെയുള്ളവർക്ക് അതിനും ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു 5 ഏക്കറോളം ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ധാരാളം ഫ്രീ സ്പേസ് ഉണ്ട് ഇതിനിടയ്ക്ക്. അപ്പം ഒരു ഡള്ളായിട്ട് അങ്ങനെ ക്രൗഡായിട്ടിരിക്കേണ്ടി വരുന്നില്ല. പിന്നെ അതുകൂടാതെ ഒരു ചെറിയ തിയേറ്ററുണ്ട്, ഒരു 30-40 പേർക്ക് ഇരുന്ന് ഷോർട്ട് ഫിലിംസ് കാണാനായിട്ടൊരു തിയേറ്ററുണ്ട്, AC തിയേറ്ററാണ്. അപ്പോൾ അതിൽ ഈ നമ്മൾ തന്നെ കുറേ ഷോർട്ട് ഫിലിംസ് ഈ ഡയബറ്റീസും ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നേരത്തെ 10 വർഷം മുമ്പ് മുതൽ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളതാണ്. അത് ഉണ്ട്. അപ്പോൾ അത് കാണാനും ഒരു 4 മുതൽ 6 മിനിറ്റ് 8 മിനിറ്റൊക്കെ വരെയുള്ള ഷോർട്ട് ഫിലിംസാണ് ഡയബറ്റീസിനെ കുറിച്ചും അതിൻ്റെ ഓരോ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചും നല്ല അക്ലെയിംഡ് ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാനുള്ളൊരു സൗകര്യമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഇൻട്രാക്ഷനും സൗകര്യമുണ്ട് ഈ ക്ലാസ് എടുക്കുന്ന ആളിനോട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് വരെ ഇടയ്ക്ക് വരുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക്
ലഞ്ചിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് തന്നെ ലഞ്ച് ഈ ഒരു അറ്റ്മോസ്ഫിയറിന് പറ്റിയ രീതിയിലുള്ളൊരു ഫുഡായിരിക്കും. ഒരു വലിയ കോസ്റ്റ്ലി Fancy വലിയ ഫാൻസി ഫുഡ് ആയിരിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു ഈവനിങ് ടീയും സ്നാക്സും ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ആ സമയത്ത് ഞാനുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു ഇൻട്രാക്ഷന്, അവർക്ക് ഇതിനപ്പുറത്തുള്ള ഇൻട്രാക്ഷന് ഞാനോ അല്ലെങ്കിൽ മറ്റു ഡോക്ടേഴ്സുമായിട്ടൊരു ഇൻട്രാക്ഷനുള്ള സൗകര്യവും ഏറ്റവും ലാസ്റ്റിൽ ഇതിനെ ഇതിൻ്റെ ഉദ്ദേശിച്ചത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അരമണിക്കൂറോ ഇൻട്രാക്ഷനുള്ള സൗകര്യവും കൂടെ ഉണ്ട്. അതാണ് നമ്മളൊരു ഫോമാറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് വേണ്ടിയാണ്, എല്ലാവരും ആർക്കും ഒരു 10ൽ കുറയാത്ത ആൾക്കാർ, യൂഷ്വലി ഒരു അറൗണ്ട് 30 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഹെൽത്ത് കെയർ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ഹബ്ബ് എന്നുള്ള ഒരു പേരിടാനും കാര്യം. ഇത് കുറച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഡയബറ്റീസോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് ഉള്ളവരായിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ, ആരെങ്കിലും ഉണ്ടാകുന്നുണ്ടാവും. അവർക്കോ അഡ്വൈസ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് ഈ ഇവിടുത്തെ ഒരു വൺ ഡേ ഫോർ വൈൻഡിങ് ഡൗൺ എന്നാണ് ഞങ്ങൾ വേറൊരു പേരിട്ടേക്കുന്നത്. വൺ ഡേ ഫോർ വൈൻഡിങ് ഡൗൺ, നമ്മുടെ സ്ട്രെസ് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ദിവസം അതിനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ടൂറ് പോകുന്നതിന് ഇപ്പം IT പ്രൊഫഷണൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇടയ്ക്കൊരു ടൂറ് പോകുന്ന രീതി ഉണ്ടല്ലോ പൊതുവേ. അപ്പോൾ ഒരു ദിവസത്തെ ടൂറ് ഇങ്ങോട്ടാക്കുക. പക്ഷേ എൻ്റെ പ്രതീക്ഷ ബെനിഫിറ്റഡ് എന്നാണ്. സാർ, ഈ ആരോഗ്യ നികേതനത്തിൽ നേരത്തെ ഇവിടെ കുടുംബമായിട്ട് ഇപ്പോൾ നെടുമുടി വേണു സാറൊക്കെ ഇവിടെ ഫാമിലിയായിട്ട് വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ തന്ന ബുക്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത ചില കോട്ട്സുകളൊക്കെ കിടപ്പുണ്ട്, ഞാൻ വായിച്ചു. അപ്പോൾ ഇവിടെ വന്ന് പോയ ആൾക്കാരിൽ, പേഷ്യൻസ് ഞാൻ വിളിക്കുന്നില്ല അവരെ, അപ്പോൾ ഒന്ന് പോയ ആൾക്കാരിൽ സാറിന് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരാളോ എന്തെങ്കിലും ഒരു മെമ്മറിയോ, സാറിനെ എപ്പോഴും ഓർത്തിരുന്ന് വിളിക്കുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങിയ 2008, 2006, 2007 കാലഘട്ടങ്ങളിലാണ് ഞാൻ ആരോഗ്യനത്തിൻ്റെ ആദ്യ ഭാഗം തുടങ്ങിയത്. അപ്പം അന്നിവിടെ താമസിപ്പിച്ച് ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് താമസിക്കുക എന്നുള്ളതായിരുന്നു ഒരു സംഘം. ഇപ്പോൾ 4 പേർക്ക് താമസിക്കാനുള്ള 4 റൂംസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ആ സമയത്ത് കുറച്ച് പേരൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമുക്ക് പ്രോജക്റ്റൊക്കെ കിട്ടി മറ്റുള്ള ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് നിർത്തേണ്ടി വന്നു. ആദ്യത്തെ കുറച്ച് കാലം വളരെ കുറച്ച് ആളുകളെ അങ്ങനെ വന്ന് താമസിച്ചിട്ടുള്ളൂ. പക്ഷേ അവരുടെ ഫീഡ്ബാക്ക് വാസ് വെരി ഗ്രേറ്റ് ആയിരുന്നു. അതിനകത്ത് അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുന്ന സമയത്ത് അവർക്ക് കുക്കിങ്ങിൻ്റെ മെത്തേഡ്സ് കാണിച്ചു കൊടുക്കും. എണ്ണയില്ലാതെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നുള്ളത്, അതിനകത്തൊരു ചെറിയ കുക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ യോഗ പരിശീലനം രാവിലെയും വൈകിട്ടുമുണ്ട്. പിന്നെ വാക്ക് വേ, ചെറിയൊരു വാക്ക് വേ ആണ്. പക്ഷേ അതിനകത്ത് എത്ര സ്പീഡ്, ഈ വാക്കിങ്ങിന് തന്നെയും ഒരു എങ്ങനെ നടക്കും എന്നുള്ളൊരു പ്രാധാന്യമുണ്ട്. ഇപ്പം രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് 1 മണിക്കൂർ നടന്നിട്ടും കാര്യമില്ല. ഷുഡ് ബി ബ്രിസ്ക് വാക്കിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ശരിക്കും ഞാൻ വാക്കിങ്ങിൻ്റെ രീതി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നടക്കുകയാണെങ്കിൽ 2 പേര് തമ്മിൽ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റരുത്, കിതയ്ക്കണം. ആ സ്പീഡിൽ നടന്നെങ്കിലേ നടന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് ഹൗ ടു ഡു ദ എക്സസൈസ് എന്നുള്ളൊരു നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് കാണിച്ചു കൊടുക്കും. പിന്നെ ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനെല്ലാം ചെയ്ത് മരുന്നുകൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തിവിടും. അതായിരുന്നു നമ്മൾ ഒരു റുട്ടീൻ അന്നത്തെ രീതി. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞൊക്കെ വന്ന് വീണ്ടും താമസിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം വലിയ സിക്നസ് ഇല്ലാത്ത സമയത്താണ്, ഹോസ്പിറ്റൽ അഡ്മിഷന് പകരമല്ല. സിക്കായിട്ടുള്ളതാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഡയബറ്റിക് പേഷ്യൻസ് തന്നെ ആയിരുന്നു താമസിച്ചിരുന്നത് വിത്ത് ഫാമിലി. പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈവൻ ഫോറിനേഴ്സ് വരെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ഒരു നൈജീരിയക്കാരനൊരു ഒരാൾ ഇവിടെ വന്ന് താമസിക്കുക. ഹി ഹാഡ് സം ഓഫ് ദി കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിസ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പുള്ളി യോഗയൊക്കെ പരിശീലിക്കാനൊക്കെ തയ്യാറായി. പക്ഷേ അതിന് ശേഷം പോരായപ്പോഴത്തേക്ക് ഒരു 10 ദിവസത്തോളം ഇവിടെ താമസിച്ചു. പോരായപ്പോഴത്തേക്ക് വാസ് വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷേ എല്ലാ വർഷവും എന്നെ വിളിക്കുമായിരുന്നു, ഇവിടെ വന്ന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിന്നെ അതുകൊണ്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ. അതിനുശേഷമാണ് ഈ ഒരു രീതി ഒന്ന് കൺവേർട്ട് ചെയ്തത്.